BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എബ്രോഡ് തന്നെയായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിലേക്കാളും കുറെ കൂടി ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആവുന്നത് ഓഫ് കോഴ്സ് എബ്രോഡ് തന്നെയാണ്. നമ്മുടെ ഈ ഇന്ത്യയിലെ സെയിം ഫീസ് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് പറയാൻ പറ്റും ജോർജിയ. ഇന്ന് BSc നഴ്സിംഗ് അത് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് എബ്രോഡ് തന്നെയാണ് പോയി പഠിക്കാനായിട്ട്. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് ജോർജിയ എന്ന് തന്നെ പറയാൻ പറ്റും. ജോർജിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നമ്മുടെ ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് അക്കാഡമിക്സിന് പുറമെ ഒരുപാട് ഫെസിലിറ്റീസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ BSc നഴ്സിംഗിന്റെ സെയിം ഫീസിൽ തന്നെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങാവുന്നതാണ്. നമുക്കിവിടെ BSc നഴ്സിംഗിന്റെ ഒരു ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഫീസ് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് $3,000 ആണ് വരുന്നത്. ഇയർലി നമുക്കൊരു 2 lakhും ടോട്ടൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 lakhs ആയിരിക്കും വരുന്നത്. ആൻഡ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോർജിയയിൽ പോയി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് പാർട്ട് ടൈം ജോബിലൂടെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പാർട്ട് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്ന് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ജർമ്മൻ ലാംഗ്വേജ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ ജർമ്മനിയിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ USA, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എക്സാമിന്റെ കോച്ചിങ്ങും ഇവർക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സിന് ശേഷം, അതായത് BSc നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സിന് ശേഷം ഈസിലി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് ഈസിലി മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് നമുക്ക് സ്പെയിനിലോ അല്ലെങ്കിൽ പോർച്ചുഗലിലോ ജർമ്മനിയിലോ ആയിട്ട് ഒരു 6 month ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ECTS സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് സിസ്റ്റം തന്നെയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ വളരെ കുറവായതുകൊണ്ട് ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലി അറ്റൻഷനും കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ഇനി നമുക്ക് ട്രാവലിംഗ് ഓപ്ഷൻ നോക്കുമ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് ജോർജിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജോർജിയയില് നമ്മുടെ BSc നഴ്സിംഗ് പഠനം നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ദോസ് ഹു ആർ ലുക്കിംഗ് അഡ്മിഷൻ ഇൻ ദിസ് യൂണിവേഴ്സിറ്റി, പ്ലീസ് ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.